ആട് 3 എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടൻ വിനായകൻ ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയിരുന്നു. സിനിമയിലെ സംഘട്ടന രംഗങ്ങളുടെ ചിത്രീകരണത്തിനിടെ വിനായകന്റെ പേശികൾക്ക് ക്ഷതമേൽക്കുകയായിരുന്നു. കഴുത്തിലെ വെയിൻ കട്ടായി പോയെന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പാരലൈസ്ഡ് ആയി പോയേനെന്നും വിനായകൻ പറയുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. തുടർ ചികിത്സകളുടെ ഭാഗമായി 2 മാസത്തോളം വിനായകന് വിശ്രമം വേണ്ടിവരുമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തിരുച്ചെന്തൂരിൽ ആട് 3യുടെ സംഘട്ടന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ജീപ്പ് ഉൾപ്പെടുന്ന രംഗങ്ങൾക്കിടെ വിനായകന് പേശികൾക്ക് ക്ഷതമേൽക്കുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ച കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിനായകൻ ചികിത്സ തേടി. പിന്നീട് നടത്തിയ MRI സ്കാനിങ്ങിലാണ് പേശികൾക്ക് സാരമായ ക്ഷതം ഉണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ വിനായകന് പരിക്ക് പറ്റിയെന്നും പിന്നീട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി എന്നുമൊക്കെ വന്ന വാർത്തകളിൽ മൊത്തം കണ്ടത് ചീത്തവിളിയായിരുന്നു. വിനായകൻ ചത്തുപോട്ടെ, ഇവൻ ജീവിച്ചിട്ടെന്തിനാ, നീ കയ്യും കാലും തളർന്ന് കിടക്കുന്നത് കാണണം, നീ ഇനി എങ്ങനെ മുണ്ടുപൊക്കി കാണിക്കും എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ. എന്നാൽ വിനായകൻ ഇപ്പോൾ ഈ ചീത്തവിളിക്കാർക്ക് മറുപടി എന്നോണം നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. കൂടെയുള്ള ജനം ഇപ്പോഴും വിനായകൻ്റെ കൂടെ തന്നെയുണ്ട്. അതിൻ്റെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും അച്ഛനും ഭാര്യയും മക്കളും തളർന്നു കിടക്കുമ്പോൾ നീയൊക്കെ തൊലിച്ചാൽ മതി. വിനായകൻ എപ്പോൾ ചാവണമെന്ന് കാലം തീരുമാനിക്കും. നിന്നെയൊക്കെ പോലെ ചെറ്റപൊക്കാനോ ഗർഭം കലക്കാനോ പോയപ്പോൾ പറ്റിയ പരിക്കല്ല ഇത്. വിവരമില്ലാത്ത മണ്ടന്മാരെ വിശ്വസിച്ച് ചെയ്ത ഒരു ജോലിക്കിടയിൽ പറ്റിയ പരിക്കാണോ ഇത്? വിനായകൻ ചത്താലും ജീവിച്ചാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കാനില്ല. കർമ്മ എന്താണെന്ന് നീയൊന്നും വിനായകനെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. വിനായകന്റെ കർമ്മഫലം വിനായകൻ തന്നെ അനുഭവിച്ചോളൂ. അതുകൊണ്ട് പ്രാക്കും കാപ്പട്യത്തിൻ്റെ സഹതാപവും ഇങ്ങോട്ട് വേണ്ട. എൻ്റെ തന്തയും ചത്തു, സഖാവ് VS ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു, ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു, ജോർജ് ഈഡനും ചത്തു. അഹം ഭവിച്ചവനല്ല വിനായകൻ, അഹം കരിച്ചവനാണ് വിനായകൻ. കാലം എന്നെ കൊല്ലുന്നവരെ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ജയ് ഹിന്ദ് ആൻഡ് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് വിനായകൻ നിർത്തുന്നത്. ഒരാൾക്ക് പരുക്കുപറ്റി എന്ന് കേട്ടപ്പോൾ തന്നെ വിദ്വേഷം ചീറ്റാൻ വന്നവർക്കുള്ള നല്ലൊരു മറുപടി തന്നെയാണ് വിനായകൻ നൽകിയത്. ഇത്തരക്കാരെ പാടെ അവഗണിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശക്തമായ അഭിനയത്തിലൂടെ താൻ ആരാണെന്ന് അവർക്ക് മുന്നിൽ തെളിയിക്കുക. അപകടങ്ങൾ ആർക്കും വരാം എന്ന കാര്യം മറന്നാണ് ഇവർ വിനായകനെ തെറിവിളിക്കാൻ മത്സരിക്കുന്നത്. വിനായകൻ പറഞ്ഞതുപോലെ വിനായകന്റെ കൂടെ നിൽക്കുന്നവർ ഇപ്പോഴും കൂടെ തന്നെയുണ്ട്. അവരുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. ഒരു കെട്ടകാലം വരുമ്പോൾ തള്ളിപ്പറയുന്നവരല്ല ആ ആളുകൾ. അവർ നിലപാടുള്ളവരാണ്, എന്നെന്നും കൂടെ തന്നെ നിൽക്കുന്നവരാണ്.